ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കാരണഭൂതൻ എന്നുള്ളത് വളരെ ഗൗരവകരമായ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഒരു വേദിയാണ്. അവിടെ ഒരാളെ അഭിസംബോധിക്കണമെങ്കിൽ അവിടെ നല്ല കൈകൊട്ടുകളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഗോപന് ആവശ്യമുള്ളത്ര അല്ലെങ്കിൽ ഗോപന് ഈ ചർച്ചയുടെ സമയം കളയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വഴിതിരിച്ചു വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമല സ്വർണം കവർന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അവർ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നില്ല. അവർക്കത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതല്ലെങ്കിൽ ഏത് ഡിഫൻസ് സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് ക്ലാരിറ്റി ഗോപന്റെ വാക്കുകളില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് സംബന്ധിച്ച് ഗോപന് കവർച്ച നടന്നിട്ടുണ്ടോ, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പോലും വ്യക്തമായിട്ടൊരു ഉത്തരം അവർക്കില്ലല്ലോ. ഇവിടെ ആരാണ് പ്രതികൾ എന്ന് ചോദിച്ചാൽ അത് സംബന്ധിച്ച് അവർക്ക് ക്ലാരിറ്റി ഇല്ല. അവരെ സംബന്ധിച്ചോളം ആകെ CPM നേതൃത്വം എങ്ങനെയെങ്കിലും പാർട്ടിയുടെ ഭാഗം ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെ മാത്രം ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. ഇനി ഏതൊക്കെ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് സംബന്ധിച്ചോ എങ്ങോട്ടൊക്കെ അന്വേഷണം പോകുന്ന സംബന്ധിച്ചോ അവർക്ക് ധാരണയില്ലല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ തീർച്ചയായിട്ടും ഇത് CPM നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന അറസ്റ്റുകൾ നടന്നു കഴിഞ്ഞു. ഇനി അവർക്ക് മറ്റൊരു ഡിഫൻസ് സ്വീകരിക്കാൻ സാധ്യമല്ല. ഇവിടെ CPM-ന്റെ മുൻ MLA-യും CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് എങ്ങനെയാണ് CPM എന്ന് പറയുന്ന പാർട്ടിക്കും ഈ സർക്കാരിനും അതിലെ ദേവസ്വം മന്ത്രിമാർക്കും ഇതൊന്ന് കൈകഴുകാൻ സാധിക്കുക? വളരെ കൃത്യമായിട്ടുള്ള കാര്യമല്ല ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം ചോദിച്ചത്. അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ആ കേസിന് പോയല്ലോ ഈ കേസിന് പോയല്ലോ എന്ന് പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കേസുകളുടെ കാര്യം പറയാനുണ്ടല്ലോ. BJP-യുടെ സഹായത്തോടു കൂടി നിങ്ങൾ പല കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയ കേസാണ്, ലൈഫ് മിഷൻ കേസ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒരുപാട് കേസുകളുടെ കാര്യം പറയാനുണ്ട്. സ്പ്രിംഗ്ലർ കോടതിയെടുത്ത് നിങ്ങളുടെ നിലപാടുകളെ, നിങ്ങൾ ഇവിടുത്തെ ഹെൽത്ത് ഡാറ്റ എടുത്ത് അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? കോടതി സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ഇനി SNC ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയനെ എത്ര കാലമായി BJP സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിലേക്കൊന്നും കടക്കേണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇവിടെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണം നഷ്ടപ്പെട്ടു, ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെട്ടു. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അക്കാര്യത്തിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഇവിടെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എന്തുകൊണ്ടാണ് സംശയം നീളുന്നത് ഞാൻ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽക്ക് ഇതിൽ ആരോപണ വിധേയരായ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടവരെ ന്യായീകരിച്ചയാളാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഭയന്നിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഇന്ന് പത്രക്കാരോട് കടകംപള്ളി പെരുമാറിയത് കണ്ടാൽ അറിഞ്ഞുകൂടെ അദ്ദേഹത്തിന് എന്തോ ഭയമുണ്ടെന്ന്? മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം വഴിയിൽ ഭയക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയും വാർത്തകളെ ആശ്രയിക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ വാർത്തകളെ ആശ്രയിച്ച് എന്തൊക്കെ സമരം ചെയ്തിട്ടുണ്ട്? ബാർക്കോഴ കേസ് നിങ്ങൾ വാർത്തകളെ ആശ്രയിച്ച് ഈ നിയമസഭ മുഴുവൻ തല്ലിപ്പൊളിച്ചിട്ടില്ലേ? എന്തായി അവസാനം? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി സാറിനെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതാ? ഇന്ന് നിങ്ങളുടെ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഒരാൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് സോളാർ കേസ് ഉണ്ടാക്കിയത് എന്ന് CBIയുടെ അന്വേഷണം കണ്ടെത്തൽ വന്നില്ലേ, റിപ്പോർട്ട് വന്നില്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ UDF ഭരിക്കുന്ന കാലത്ത് മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇവിടെ കേവലം മാധ്യമ വാർത്തകളല്ല, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനം നിങ്ങൾ നിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മോശമേ നടന്നിട്ടില്ല എന്നായിരുന്നു നിങ്ങളുടെ ആർഗ്യുമെന്റ്. ഇപ്പോ മോഷണം നടന്നു എന്ന് വ്യക്തമായിരിക്കുന്നു, അതിലെ പ്രതികളെ വ്യക്തമായിരിക്കുന്നു. ഇത് ഞങ്ങൾ ഭരിക്കുമ്പോൾ നടന്നിട്ടുള്ള അന്വേഷണം അല്ലല്ലോ. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം ഇല്ലല്ലോ ഇവിടെ. ഇവിടെ നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നവർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിയേർക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നേതാക്കന്മാരെ തള്ളിപ്പറയാൻ പോലും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ TP വധക്കേസിലെ പ്രതികളെ തള്ളിപ്പറഞ്ഞാൽ അവർ നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് പോലെ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ തള്ളിപ്പറഞ്ഞാൽ അവർ മന്ത്രിമാരെയും നിങ്ങളുടെ CPM നേതാക്കന്മാരെയും ഈ കേസിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുള്ള ഭയമാണുള്ളത്. അതാണല്ലോ ഈ പത്മകുമാറിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ദൈവതുല്യനായിട്ടുള്ള ഒരാൾ, CPM-കാരുടെ ദൈവതുല്യനായിട്ടുള്ള ഒരാൾ ആരാണ്? അത് കാരണഭൂതനല്ലേ? നമ്മളെയാണല്ലോ മച്ചമ്പി. കാരണഭൂതനെ കുറിച്ചാണല്ലോ തിരുവാതിരക്കളി ഉണ്ടായത്. അപ്പൊ കാരണഭൂതനിലേക്ക് ഈ അന്വേഷണം നീളുമെന്നുള്ള ഭയാണോ? CPM ദൈവതുല്യം ആദരിക്കുന്ന, CPM-കാർ ഈ സംസ്ഥാനത്തെ ദൈവതുല്യം ആദരിക്കുന്ന
ഭക്തജനസംഘം ഏത് CPM നേതാവിനാണ് ഉള്ളത്? അത് ഭക്തജനസംഘം ഉള്ളത് CPM ഒരു നേതാവിനാണ്, അത് കാരണഭൂതനാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. അപ്പൊ കാരണഭൂതനായിട്ടുള്ള ഈ വിശ്വം രൂപപ്പെടാൻ, ഈ കേരളം രൂപപ്പെടാൻ കാരണഭൂതനായിട്ടുള്ള അദ്ദേഹത്തിലേക്ക് ഈ അന്വേഷണം നിർമ്മുമ്പോൾ താങ്കൾക്ക് ഭയമുണ്ടോ? ഇല്ല, അത്തരത്തിൽ ആരോപണങ്ങൾ കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള എന്താണ് അല്ല അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. UDF നേതാക്കന്മാർക്കെതിരെ MLA-മാർക്കെതിരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മാധവ് എടുത്തോ? അല്ല, ഞാൻ ആരെക്കുറിച്ചും അങ്ങനെ പരാമർശങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടില്ല. അല്ല, ഈ ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അല്ലല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആക്ഷേപിച്ചൂടെ? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ കേരളത്തിലെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അടക്കമുള്ളവർക്ക് ഈ വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, എന്താ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളാണോ ആ വാക്ക് ഉപയോഗിച്ചത്? ആ വാക്ക് ഞങ്ങളല്ല ഉപയോഗിച്ചത്. CPM-ന്റെ സംഘടനാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് പുകഴ്ത്തിപ്പാടിയ തിരുവാതിരക്കളിയിലെ പദമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അത് മോശം പദമാണോ കാരണഭൂതൻ എന്നുള്ളത്? അല്ല, വളരെ ഗൗരവകരമായ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഒരു വേദിയാണ്. അവിടെ ഒരാളെ അവിടെ നല്ല കൈകൊട്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്തു പോവുക. ശരി, ശ്രീ ജെ.ആർ. പത്മനാഭൻ, കാരണഭൂതൻ ഇരട്ടച്ചങ്ക എന്നുള്ളത് അൺപാർലമെന്ററി ആണോ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് ഒരു ചർച്ചയിൽ ഉന്നയിക്കാൻ കഴിയുന്നതാണ് എന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങ് ഉപയോഗിക്കുക. അതിന്റെ രാഷ്ട്രീയ മറുപടി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക. എനിക്കതിൽ എന്നാണ് ഈ ചർച്ച. നല്ല മലയാളം അയച്ചു തരാം, അത് പഠിക്കും. അല്ലല്ല, എനിക്ക് ഭാഷാ പഠനത്തിനുള്ള സാധ്യത തേടുകയല്ല ഞാൻ ചെയ്തത്. ഒരു ചർച്ചയിൽ ഗൗരവകരമായി ബഹുമാനപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യണം എന്ന് പറഞ്ഞു പോകാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു. പിൻവലിക്കേണ്ട, അത് കാര്യങ്ങളല്ലേ പറയുന്നത്. ശരി, എനിക്കത് തിരുത്തി പോകാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നേ. എനിക്ക് കാരണഭൂതൻ എന്ന മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുമ്പോൾ അത് അങ്ങനെ പാടില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പിൻവലിക്കേണ്ടതില്ല എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ശരി, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. കാരണഭൂതൻ എന്ന് മാതൃഭൂമിയുടെ എത്രയോ കാർട്ടൂണുകളിൽ മുഖ്യമന്ത്രിയെ കാരണഭൂതൻ എന്ന് വിളിച്ചിരിക്കുന്നു. നാളെ ഗോപീഷ്ണോട് നിങ്ങൾ പറയോ മാതൃഭൂമിയിൽ അങ്ങനെ കാർട്ടൂൺ വരരുതെന്ന് പറയോ? പറഞ്ഞിട്ടില്ല. അല്ല, കാരണഭൂതൻ എന്നൊരു വാക്ക് കാർട്ടൂണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വാർത്തയല്ല, ഇത് വാർത്തയാണ്. അത് കാർട്ടൂണാണ്, ഇത് വാർത്തയാണ്. ഒന്ന് അത് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ല, അങ്ങേക്ക് എനിക്ക് അതല്ല ഉദ്ദേശം. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അത് രാഷ്ട്രീയ പാർട്ടി നേതാവിനോടുള്ള ബഹുമാനമല്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മറ്റൊരു പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? പിന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഞാൻ തിരുത്തി. അങ്ങേക്ക് ഇത് പിൻവലിക്കാൻ തർക്കമല്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.